വൈറൽ ഹെമറജിക് ഫീവറിൻ്റെ രണ്ടാമത്തെ ഫാമിലിയായ ബണിയ വിറിഡെയിലെ ഫാമിലിയിൽ വരുന്നതാണ് റിഫ്റ്റ് വാലി ഫീവർ. അതിൻ്റെ ജീനസ് സ്ലീബോ വൈറസ് ആണ്. ഇതൊരു സൂണോട്ടിക് വൈറൽ ഡിസീസാണ്. അനിമൽസിലാണ് മെയിനായിട്ട് കാണുന്നത്. അനിമൽസ് ത്രൂ ഹ്യൂമൻസിലേക്ക് സ്പ്രെഡ് ആവുന്നതാണ് ഈ ഒരു വൈറസ്. ഇതാണ് അതിൻ്റെ വൈറസിൻ്റെ സ്ട്രക്ചർ. ജനറൽ ഓവർവ്യൂ പറയുകയാണെങ്കിൽ ഫാമിലി ബണിയവിറിഡെ, ജീനസ് ഫ്ലിബോ വൈറസ്, സിംഗിൾ സീറോടൈപ്പ് ആണ്. സിംഗിൾ സ്റ്റാൻഡേർഡ് നെഗറ്റീവ് സെൻസ് RNA ആണ് ഇതിനുള്ളത്. പിന്നെ ട്രൈപാറ്റൈറ്റ് ആണ്, അതായത് ലാർജ് സെഗ്മെൻ്റ് ഉണ്ട്, പിന്നെ മീഡിയം M ഉണ്ട്, അതുപോലെ തന്നെ S ഉണ്ട്. ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റും. സെഗ്മെൻറ്റ് M, സെഗ്മെൻറ്റ് L, സെഗ്മെൻറ്റ് S നോൺ സ്ട്രക്ചറൽ ആണ്, M മീഡിയം, L ലാർജ്. ഈ മൂന്നെണ്ണം ഉണ്ട്. ലാർജ് കോഡ് ചെയ്യുന്നത് RNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസിനെയാണ്. മീഡിയം എൻകോഡ്സ് 2 മേജർ എൻവലപ്പ് ഗ്ലൈക്കോപ്രോട്ടീൻസ് GN-ഉം GC-യും അത് ആ സ്ട്രക്ചറിൽ കാണാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് നോൺ സ്ട്രക്ചറൽ പ്രോട്ടീനാണ്. ഇത് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ഷീപ്പ്, ഗോട്ട്, കാറ്റിൽസ്, ക്യാമൽസിനൊക്കെയാണ്. ബേർഡ്സിനെയും പിഗ്സിനെയും എഫക്റ്റ് ചെയ്യുന്നില്ല. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇത് ആർബോ വൈറസ് ആയതുകൊണ്ട് മൊസ്കിറ്റോസ് ത്രൂ ആണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻസിന് മൊസ്കിറ്റോ വഴിയും, അതുപോലെ തന്നെ നമ്മുടെ അനിമൽസിനെ സ്ലോട്ടർ ചെയ്യണ സമയത്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അനിമൽസിൽ ഹ്യൂമൻസിലേക്ക് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഇല്ല. ഇവിടെ ഉള്ള മൊസ്കിറ്റോ എന്ന് പറയുന്നത് രണ്ട് ജീനസിലുള്ള ക്യൂലിക്സും ഏഡിസും ഉള്ള സ്പീഷീസിലുള്ള മൊസ്കിറ്റോസും വെക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മൊസ്കിറ്റോ എഗ്സിലേക്ക് വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. നമുക്ക് ആ ഡയഗ്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൽ സപ്പോസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ അനിമൽസ് ആണെന്ന് വിചാരിക്കുക. ഇതിലേക്ക് നമ്മുടെ മൊസ്കിറ്റോ ഒന്ന് ബൈറ്റ് ചെയ്യുമ്പോൾ മൊസ്കിറ്റോ ഇൻഫെക്റ്റഡായി. ഈ മൊസ്കിറ്റോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഇല്ലാത്തൊരു കാറ്റിലേക്ക് ഡിസീസ് കൊടുക്കാം. അതുപോലെ തന്നെ ഹ്യൂമൻസിലേക്ക് ഡിസീസ് കൊടുക്കാനായിട്ട് പറ്റും. ഇത് ഏഡിസ് മൊസ്കിറ്റോ ആണ്, ഇത് ക്യൂലിസ് മൊസ്കിറ്റോ ആണ്. ഈ മൊസ്കിറ്റോയ്ക്ക് ഇതിൻ്റെ എഗ്സിലേക്ക് ഡിസീസ് പാസ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റിയും കൂടി ഉണ്ട്. അതാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പറയുന്നത്. അടുത്തത് സിംറ്റംസ് ആണ്. സിംറ്റംസ് എന്ന് പറയുമ്പോഴും അനിമൽസിൽ പ്രത്യേകിച്ച് വല്ല സിംറ്റംസ് ഒന്നുമില്ല. ലാംസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇൻക്യുബേഷൻ ടൈം എന്ന് പറയുന്നത് പീരീഡ് വരെ 12 to 36 hours ആണ്. ബൈഫേസിക് ഫീവർ ഉണ്ട്, അബ്ഡോമിനൽ പെയിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യും. അഡൽട്ട് അനിമൽസിലാണെങ്കിൽ 24 to 72 hours ആണ് ഇൻക്യുബേഷൻ പീരീഡ്. ഫീവർ, നേസൽ ഡിസ്ചാർജ്, ഡയേറിയ, അബോർഷനൊക്കെ നടക്കും. പ്രൈമറി സൈറ്റ് ഓഫ് വൈറൽ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹെപ്പാറ്റിക് ടിഷ്യൂ ആണ്. ജനറലി പേഷ്യൻസ് 2 to 1 weeks റിക്കവർ ആവും. സിവിയർ കേസിൽ മാത്രം ഹ്യൂമൻസ് അനിമൽസും എൻസെഫലൈറ്റിസ് വരെ കോസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഇൻഫ്ലമേഷൻ ഓഫ് റെറ്റിനയ്ക്കും ചില കേസിൽ സിവിയർ കേസിൽ കോസ് ചെയ്യും. 1 to 10% എഫക്റ്റഡ് പേഷ്യൻസിൽ പെർമനൻറ്റ് വിഷൻ ലോസ് ആവാനായിട്ടുള്ള ചാൻസും ഉണ്ട്. ലാബ് ഡയഗ്നോസിസ് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സെറോളജിയും വൈറോളജിയും ഉണ്ട്. എലിസയും PCR. എലിസ വഴി IgM-ഉം IgG ആൻറ്റിബോഡി ഡിറ്റക്ഷൻ ആണ്. വൈറൽ ന്യൂട്രലൈസേഷനും ഹിമഗ്ലൂട്ടിനേഷൻ ഇൻഹിബിഷൻ ടെസ്റ്റും റിഫ്റ്റ് വാലി ഫീവറിൻ്റെ ഡയഗ്നോസിസും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലുക്കോപ്പീനിയ, നമ്മുടെ വൈറ്റ് ബ്ലഡ് സെല്ലിൻ്റെ കൗണ്ട് കുറയും. അതും പിന്നെ നമ്മുടെ എൻസൈംസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള അതായത് ഗ്ലൂട്ടാമൈൽ ഡീഹൈഡ്രോജിനേസ് അതിൻ്റെ റൈസ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒബ്സർവേഷൻ വഴി അതൊരു ക്ലിനിക്കൽ കേസ്, അതൊരു ഡയഗ്നോസ്റ്റിക് മെത്തേഡായിട്ട് നമുക്ക് എടുക്കാം. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ
സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഇല്ല. ചില കേസിൽ അസിംറ്റമാറ്റിക്കും സിംറ്റമാറ്റിക് ആയിട്ടുള്ള കേസുകൾ ഉണ്ട്. പ്രിവെൻഷൻ പറയുമ്പോൾ നമ്മുടെ ആനിമൽസിൻ്റെയും മൊസ്കിറ്റോയുടെയും ഒക്കെ കൺട്രോൾ തന്നെയാണ്. സ്ലോട്ടർ ഹൗസ് കൺട്രോൾ ചെയ്യുക, മൊസ്കിറ്റോ ബ്രീഡിങ്ങിനൊക്കെ കൺട്രോൾ ചെയ്യുക. വെക്ടർ കൺട്രോളാണ് മെയിനായിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അനിമൽസ് വാക്സിനേറ്റഡ് ആകുക. വാക്സിൻ അവൈലബിൾ ആണ്. ഇനാക്ടിവേറ്റഡ് വൈറസ് വാക്സിൻ, സ്മിത്ത് ബേൺ സ്ട്രെയിൻ എന്ന് പറയും, ആ വാക്സിനും ഉണ്ട്. അതുപോലെ തന്നെ ലൈവ് അറ്റൻയൂറ്റഡ് മ്യൂട്ടൻ വാക്സിൻസും ഉണ്ട്. ഇതാണ് റിഫ്റ്റ് വാലി ഫീവറിനെ കുറിച്ചുള്ളത്. താങ്ക് യു.